നമുക്കിന്ന് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് ഒരു അടിപൊളി ഉപ്മാവ് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളിയും സവോളയും പിന്നെ ക്യാരറ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്മാവ് തയ്യാറാക്കാം. ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വറുത്തിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ വരട്ടെ കേട്ടോ. അത്ര വരെ നമുക്കിത് വറുത്തിയെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവോള അത്യാവശ്യം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ ക്യാരറ്റ് ഇപ്പോൾ വറുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വരട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഗോതമ്പ് എടുത്ത അതേ കപ്പിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഉപ്മാവിലേക്ക് ഞാനിപ്പോൾ ഗോതമ്പ് തരിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വരട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മൾ അടിപൊളി ഗോതമ്പ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടില്ലേ, അധികം വെന്ത് പോയിട്ടുമില്ല, എന്നാൽ നല്ല രീതിക്ക് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ആയിട്ടുണ്ട്. കണ്ട പിന്നെ എല്ലാവരും നമ്മളെ ഉപ്മാവ്, ഗോതമ്പ് തരി ഉപ്മാവ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ, ഫോളോ ചെയ്യണേ. ഓക്കെ, എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.